തുടർന്നു കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തു. SFI ജില്ലാ സെക്രട്ടറി ആദർശ്, KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. KSU പ്രവർത്തകർ യുവജനോത്സവം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നും SFI പ്രവർത്തകർ മാരകായുധങ്ങളുമായി KSU പ്രവർത്തകരെ ആക്രമിച്ചുവെന്നുമാണ് കേസ്. സുനിഷ അയലൂർ വിശദാംശങ്ങളുമായി. സുനിഷ, രണ്ട് വിദ്യാർത്ഥി സംഘടനകൾക്കെതിരെയുണ്ട് കേസ്. വിശദാംശങ്ങൾ എന്താണ്? നികേഷ്, കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു സംഘർഷം കേരള സർവകലാശാല ഈ യുവജനോത്സവത്തിന്റെ വേദിയിൽ ഉണ്ടാകുന്നത്. KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു എന്നതായിരുന്നു ആ പ്രതിഷേധത്തിന്റെ കാരണം. പിന്നാലെ തന്നെ KSU പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. അത് വാക്കുതർക്കമുണ്ടാകുന്നു, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നതായിരുന്നു. പിന്നാലെ തന്നെ ഈ KSU പ്രവർത്തകരെ ഇന്നലെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് SFI പ്രവർത്തകർക്കെതിരെയും KSU പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ്. പറഞ്ഞതുപോലെ തന്നെ മാരകായുധങ്ങളുമായി KSU പ്രവർത്തകരെ ആക്രമിച്ചു എന്നത് തന്നെയാണ് SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ ജില്ലാ സെക്രട്ടറി ആദർശ് ഉൾപ്പെടെ 19 SFI പ്രവർത്തകർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. അതേസമയം തന്നെ സംഘാടക സമിതി നൽകിയ ഒരു പരാതിയിന്മേൽ ഈ കലോത്സവം അലങ്കോലപ്പെടുത്താനുള്ള ഒരു ശ്രമം KSUവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KSUവിന്റെയും ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ലോ കോളേജ് അക്കാദമി ചെയർപേഴ്സൺ അപർണ ഉൾപ്പെടെ ഈ ജില്ലാ പ്രസിഡന്റ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ ഉൾപ്പെടെ 19 KSU പ്രവർത്തകർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ഏതായാലും നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നില്ല, അവരെ അറസ്റ്റ് ചെയ്യുന്നതുമില്ല എന്നതടക്കമുള്ള പരാതികൾ KSUവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ KSU പ്രവർത്തകരെ മാത്രം അറസ്റ്റ് ചെയ്തതിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നിരുന്നു. പിന്നാലെയാണ് ഇന്ന് കന്റോൺമെന്റ് പോലീസ് ഇരു കൂട്ടർക്കുമെതിരെ കേസെടുത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. KSU SFI വിദ്യാർത്ഥി സംഘടനകളിലെ ഭാരവാഹികൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയുമാണ് കേസ്.